രവിയും മതികലയും ഇന്ദുബാലയുടെ കല്യാണം മുടക്കാനെത്തി പരാജയപ്പെടുന്നു. ഇല്ലല്ലേ? അതങ്ങനെ. പരദൂഷണം പറയാൻ വരുന്ന കല്യാണം മുടക്കികൾക്ക് ഇങ്ങനെ കാപ്പിക്ക് പകരം ഞങ്ങൾ കാലിക്കപ്പ കൊടുക്കാറ്. നിങ്ങള് ഞങ്ങളെ അപമാനിക്കുമായിരുന്നു അല്ലേ? അതെല്ലോ. ചേച്ചി സങ്കടപ്പെടണ്ട. ഇതുകൊണ്ട് ബാലന്റെ മനസ്സിനെങ്കിലും ഇത്തിരി സമാധാനം കിട്ടിയാൽ അത്രയാവട്ടെ. കരയാൻ മാത്രമുള്ള ചില ജന്മങ്ങളായി ചേച്ചി ഞങ്ങളൊക്കെ. സീത തിരികെ വന്നാൽ കല്യാണത്തിൽ നിന്ന് പിന്മാറാമെന്ന് ബാലൻ. നിമിഷം വരെ ഞാൻ സീതയെ പ്രതീക്ഷിക്കുന്നു. സീത വന്നാൽ കല്യാണത്തിൽ ഞാൻ പിന്മാറും. തുടർന്ന് കാണുക. ഇല്ല ജി. ഓ, എന്നാ ചടങ്ങ്. എടാ, ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് വരാം. ആ ശരി. എന്തൊക്കെയുണ്ട് ബാല വിശേഷം? ആഹാ, അമ്പലത്തിലൊക്കെ പോയോ? അമ്പലത്തിലൊക്കെ പോകുന്നത് നല്ലതാ. ഒരു പുതിയ ജീവിതം തുടങ്ങാൻ പോവല്ലേ. ബാലന്റെ കഴിഞ്ഞ കല്യാണത്തിന് അച്ഛൻ കിണറ്റി വീണ് ചത്തു. ഇനി ഈ കല്യാണത്തിന് അമ്മ ആറ്റിൽ മുങ്ങിച്ചാവോന്ന് ആർക്കറിയാം. അല്ല, അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത് നല്ലതാന്ന് പറഞ്ഞു. എന്റെ മാത്രം കല്യാണം അല്ലായിരുന്നല്ലോ അന്ന് നടന്നത്. ഓ, ധോനി മനസ്സിലായി. എന്റെ മോള് വന്ന് കെട്ടിക്കേറി വന്നായിരുന്നല്ലോ അല്ലേ? പക്ഷേ നിലവിളക്ക് വാങ്ങിച്ചത് നിന്റെ ഭാര്യയല്ലായിരുന്നോ? എന്ത് പറ്റി? അടുത്ത നിമിഷം അതേ വിളക്ക് നിന്റെ അച്ഛന്റെ തലയ്ക്കൽ വെക്കേണ്ടി വന്നില്ലേ? ഇനി നാളെ വരുന്നവള് വിളക്കെടുക്കുമ്പോ വെട്ടിയിട്ട വാഴ പോലെ ആര് വീഴുമെന്ന് ആർക്കറിയാം? പ്ലീസ്, നമ്മളെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ നിങ്ങളോട് ആരുടെ ഒരു ദ്രോഹത്തിനും വരുന്നില്ലല്ലോ. നിങ്ങളൊക്കെ കാറിൽ സഞ്ചരിക്കുന്നവർ, ഞാനൊക്കെ റോഡിന്റെ ഒരു വശം ചേർന്ന് ഒതുങ്ങിപ്പോകുന്നവർ. ഞങ്ങളെപ്പോലുള്ള അരുക ജീവിതങ്ങളും ജീവിച്ചു പൊയ്ക്കോട്ടെ പ്ലീസ്. അയ്യോടാ, എന്തൊരു പാവം. ഞങ്ങളുടെ സഞ്ജുവിന്റെ കരണത്തടിച്ചവനാ നീ. ഓങ്ങി വെച്ചിട്ടുണ്ടാവൻ നിനക്കുള്ളത്. നിന്റെ കൈയും കാലും അവൻ പ്ലാസ്റ്റർ ഇടിക്കും, നോക്കിക്കോ. കൈയും കാലും അവനുണ്ടല്ലോ. ആശുപത്രിയിൽ ആവശ്യത്തിന് പ്ലാസ്റ്റർ പാരിസും കാണും. നിന്റെ അഹങ്കാരത്തിന്റെ കാരണം മനസ്സിലാവുന്നുണ്ട് ബാല എനിക്ക്. കുറച്ച് കാശുള്ള ഒരു പെണ്ണിനെ കെട്ടാൻ പോകുന്നതിന്റെ അഹങ്കാരമാണ് നിനക്ക്. പക്ഷേ നീ ഒരു കാര്യം ഓർത്തോ, മാണിക്യമംഗലത്തുകാര് ആനയാണെങ്കിൽ നിന്റെ പുത്തൻ വീട്ടുകാര് കുഴിയാനയാ. പണത്തിന്റെ വലുപ്പം നോക്കിയല്ല ഞാൻ ആളുകളെ അളക്കുന്നത്. എന്റെ അനിയൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന പോലെ ഞാൻ അവിടെ നിൽക്കത്തുമില്ല. അധികം അഹങ്കരിക്കാതെ ബാല. നമുക്ക് കാണാം നിന്റെ ഈ പുത്തനച്ചി എന്ന് വരെ കൂടെ കാണുമെന്നും എവിടം വരെ പോകുമെന്നും. നിങ്ങളൊക്കെ വലിയ ആളുകളാ, സമ്മതിച്ചു. ഞാൻ ഒതുങ്ങി ജീവിച്ചോളാം. അങ്ങനെ ഒതുങ്ങി ജീവിക്കാൻ വിടത്തില്ല ബാല. നിന്നെ നിന്റെ പുത്തനച്ചിയെ. എന്റെ പെങ്കൊച്ചിന് കാപ്പി കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാലിക്കപ്പ് കൊടുത്ത് അപമാനിച്ചവളവള് ഇന്ദുബാല. ബാലനും ബാലയും കൂടി വയലോരം വീട്ടിൽ ബാലൻ നടത്തുന്നത് എനിക്കൊന്ന് കാണണം. മാണിക്യമംഗലത്ത് വന്നിട്ടല്ലോ ഇന്ദുബാല കലമോളെ അപമാനിച്ചത്. അങ്ങോട്ട് ചെന്നിട്ടില്ലേ, അതും കല്യാണം മുടക്കാനായിട്ട്. നീ വലിയ ന്യായം ഒന്നും പറയണ്ട ബാല. നീയും അവളും കൂടി അധിക കാലം മുമ്പോട്ട് പോവില്ല. നിങ്ങൾ ശപിച്ചോ, രാഗിക്കോ, എനിക്ക് ദൈവമുണ്ട്. പിന്നെ ദൈവം? നീ പ്രാർത്ഥിച്ച അതേ ദൈവത്തെ തന്നെ പ്രാർത്ഥിച്ചിട്ടാ ഞാനും വരുന്നേ. നീ നിന്റെ ജീവിതം നന്നാവാനാണ് പ്രാർത്ഥിച്ചതെങ്കിൽ നീ മുടിഞ്ഞു പോവണേന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. നീ ദൈവത്തിന് ഭണ്ഡാരത്തിലിട്ട് കൊടുത്തത് 10 രൂപയാണെങ്കിൽ 10 പവന ഞാൻ ഓഫർ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കാം ദൈവം ആരുടെ കൂടെ നിൽക്കുമെന്ന്. കട്ടൻ കാപ്പി. നാത്തൂന് വേണം കട്ടൻ കാപ്പി. എനിക്കങ്ങനെ എപ്പോഴും കട്ടൻ കാപ്പി കുടിക്കുന്ന വൃത്തികെട്ട ശീലമൊന്നും ഇല്ലെന്ന് ശാരദയ്ക്ക് അറിഞ്ഞൂടെ? കട്ടൻ കാപ്പി കുടിക്കുന്നത് വൃത്തികെട്ട ശീലാന്ന് ആരാ കണ്ടുപിടിച്ചത്? കുടിക്കുന്നത് കാപ്പിയാ, കള്ളും ചാരായും ഒന്നും അല്ലല്ലോ. നീ എന്റെ കാര്യം നോക്കടി. ഞാൻ എനിക്കിഷ്ടമുള്ളത് കുടിക്കും. എന്റെ ദൈവമേ, നിങ്ങൾ ഇനി രണ്ടുപേരും ഇതിന്റെ പേര് വഴക്കൊന്നും ഉണ്ടാക്കണ്ട. പെങ്ങള് കണ്ടതല്ലേ ഞാൻ ഒന്നും മിണ്ടാതെ ഒരു കാപ്പി കുടിക്കാൻ ഇവിടെ വന്നിരുന്നത്. അപ്പൊ വഴക്കിന് തോട്ടിയും കെട്ടി വന്നത് ആരാ? ക്ഷമിക്കണ്ണ. ഓ, ക്ഷമിക്കാനിതാര്? മാർപ്പാപ്പയോ? അല്ല ശാരദേ,
ഈ പ്രായത്തിൽ എപ്പോഴും കട്ടൻ കാപ്പി കുടിക്കുന്നത് ശരിയാണോ? ആ അത് പറ. അതാ ഇപ്പൊ നാത്തുവിന്റെ പ്രശ്നം. ഓ, അണ്ണന്റെ ആരോഗ്യകാര്യത്തിൽ ഉത്കണ്ഠ കണ്ടില്ലേ? ആ ഉൽക്ക തലയിൽ വീണ പോലെ എനിക്ക്. ആ ബാലനെവിടെ പെങ്ങളെ? ബാലന അജിയുടെ വീട് വരെ ഒന്ന് പോയതാ. നാളെ കട തുറക്കുന്ന കാര്യം എന്തോ പറഞ്ഞ് ഏൽപ്പിക്കാനായിട്ട്. അത്താഴം എടുക്കട്ടെ? ആ ബാലൻ കൂടെ വരട്ടെ. തന്നെയല്ല, എനിക്കൊരാളെ കാണാനുണ്ട്. അതാ ഇവിടെ ഇരിക്കുന്നത്. അതാരാ? ആരാച്ചാൻ? സഭ കൂടുക, നമുക്കെതിരെ ആയിരിക്കും നിനക്ക് എന്നാ വേണം? രവിമോഹൻ എവിടെ ആയിരുന്നടാ? ഞാൻ പുറത്ത്. അത് മനസ്സിലായി. പുറത്തുനിന്നാണല്ലോ നീ അകത്തേക്ക് വന്നത്. അപ്പച്ചി അപ്പനിത് എന്നാത്തിന്റെ കേടാ? നീ പകൽ എവിടെ പോയിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. ഞാനങ്ങനെ പലയിടത്തും പോകും. ഓ, നീ പലയിടത്തും ചിലയിടത്തും ഒക്കെ പോയിക്കോ. പക്ഷേ ഇന്ദുബാലയുടെ വീട്ടിൽ പോയതെന്തിനാ? ഇന്ദുബാലയോ? ഏത് ഇന്ദുബാല? ഓ, അങ്ങനെ ഒരു പേര് നീ കേട്ടിട്ടേ ഇല്ല? രവേട്ടൻ അങ്ങനെ പലതും കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടും ഉണ്ടായിരിക്കും. അതൊക്കെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? ലോക പോലീസോ? ലോക പട്ടാളം. പെങ്ങൾക്ക് അറിയണോ കഥ? പെങ്ങടെ ഈ നിൽക്കുന്ന നരകസന്തതിയും അവന്റെ ഭാര്യയും കൂടി ബാലൻ നാളെ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ വീട്ടിൽ പോയിരിക്കുന്നു. കല്യാണം മുടക്കി. രവി, എടാ ഭയങ്കര. സ്വന്തം ചേട്ടൻ ഭയങ്കര കള്ളുകുടിയനാണ്. പിന്നെ മാനസിക രോഗം. അതാ ആദ്യ ഭാര്യ ഇട്ടേച്ച് പോയതെന്ന്. ആദ്യ ഭാര്യയെ കൊന്നതാണോ എന്ന് പോലും നാട്ടുകാർക്കിടയിൽ ഒരു സംശയമുണ്ടെന്ന്. ഇതൊക്കെ അവിടെ പോയി പറഞ്ഞിരിക്കുന്നത്. രവി, ഇത് നേരാണോടാ? ബാലിനെ കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു? ആ പറഞ്ഞു. അടിക്ക് ശാരദാവനെ. എന്തിനാണോ മഹാഭാവി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? മോളെ, നിനക്കെങ്കിലും തോന്നിയില്ലേ ചെയ്തത് തെറ്റാണെന്ന്? അമ്മയുടെ മക്കള് തമ്മിലടിക്കുന്നതിന് ഞാനെന്ത് വേണം? ആ വിട്ടേക്ക് പെങ്ങളെ. ആ മാഷും മോളും ആവശ്യത്തിന് പറഞ്ഞാ രണ്ടുപേരെയും ഇങ്ങ് വിട്ടത്. എന്നാലും ഇതൊക്കെ ഞാൻ എങ്ങനെ സഹിക്കും? രവി, പോയി കിടന്നുറങ്ങിക്കോടാ. പുതിയ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ ഭാര്യ പറഞ്ഞു തരും. ദേ, ഓ ഹര ഹരോ ഹര, ഹര ഹരോ ഹര. ഇന്നത്തെ ഈ രാത്രി കൂടെ ഒന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലേ പെങ്ങളെ? സീതമോൾക്ക് വേണ്ടി ഉറങ്ങാതിരുന്ന രാത്രികളാവല്ലേണ്ണ ഇപ്പോ എന്റെ മനസ്സിൽ. നീ കരയാതെ വനജെ. കരഞ്ഞത് കൊണ്ടോ പഴിച്ചത് കൊണ്ടോ വല്ല കാര്യവുമുണ്ടോ? ജനിക്കുമ്പോഴേ ദൈവം ഓരോന്നും നമ്മുടെ തലയിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിനൊപ്പിച്ചങ്ങ് ആടുക, അത്രയേ ഉള്ളൂ. എന്നാലും എന്റെ കുഞ്ഞിൻ്റെത് വല്ലാത്തൊരു വിധിയായി പോയല്ലോ വല്യണ്ണ. ഒന്ന് സന്തോഷിച്ചു തുടങ്ങിയതായിരുന്നു അവള്. നല്ലപോലെ ജീവിച്ചു തുടങ്ങിയതായിരുന്നു. നാളെ ബാലന്റെ കല്യാണത്തിന് മുൻപ് സീത വന്നാൽ എന്റെ മോളുടെ ജീവിതം കഷ്ടിച്ച് രക്ഷപ്പെടും. പക്ഷേ ബാലന്റെ കല്യാണത്തിന് ശേഷമാ സീത വരുന്നതെങ്കിൽ പിന്നീടുള്ള അവളുടെ ജീവിതം മുഴുവൻ കണ്ണീരിന്റെ നടുവിലായിരിക്കും. അന്ന് ഞാൻ ബാലനോട് പറഞ്ഞതും അതാ. ഇന്നൊരു രാത്രി കൂടിയേ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി അവള് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കത്തുള്ളന്ന്. നാളെ കഴിഞ്ഞാൽ പിന്നെ അവള് തിരിച്ചു വരണോ വല്യണ്ണ? വന്നിട്ട് എന്തിനാ? ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ ഒരു വിധവയെ പോലെ എന്റെ കുഞ്ഞ് കഴിയണ്ടേ? പ്രസിഡന്റ് ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് നോക്കട്ടെ.
വനജാമ്മേ നമസ്കാരം. നമസ്കാരം. അല്ല, ഒരു വാർത്ത കേട്ടു. അതിൻ്റെ നിജസ്ഥിതി അറിയാമെന്ന് വെച്ച് വന്നതാ. നമ്മുടെ വയലോരം വീട്ടിലെ ബാലനെ രണ്ടാമതും കല്യാണം കഴിക്കാൻ പോവാണെന്ന് കേട്ടു. നേരാന്നോ? അല്ല, അത് സത്യമാ പ്രസിഡന്റ്. അതെങ്ങനെ ശരിയാവും? ഭാര്യയെ കാണാതായി കുറച്ചു കഴിഞ്ഞാലുടൻ ഭർത്താവ് വേറെ കല്യാണം കഴിക്കൂ? അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യങ്ങളല്ലേ പ്രസിഡന്റ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഈ രാജ്യത്ത് നീതിയും നിയമവും വ്യവസ്ഥയൊക്കെ ഇല്ലേ? മനുഷ്യർക്ക് അവനവന് തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റൂ. ഞങ്ങളുടെ കൊച്ചു തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാ ബാലൻ. അതുകൊണ്ടാവും അവൻ വേറെ കെട്ടാൻ പോകുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല സാറേ. ഞങ്ങളുടെ കൊച്ച് എവിടെ പോയെന്നും അറിയത്തില്ല. വനജാമ്മ കരയാതെ, നമുക്കേ എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാൻ വേണമെങ്കിൽ പോയി ബാലനോട് നേരിട്ട് സംസാരിക്കാം. ഓ, അതുകൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല സാറേ. നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. സീതക്കൊച്ചന്റെ ആദ്യത്തെ കല്യാണം ഞങ്ങൾ ബാലനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അയ്യോ, അത് ചതിയായി പോയില്ലേ പൂക്കോടി? അങ്ങനെയൊന്നും ചിന്തിച്ചില്ല സാറേ. അവൾക്കൊരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി. അതിപ്പോ ഇങ്ങനെയായല്ലോ. പിന്നെ അതിന്റെ പേരിൽ ഒരുപാട് വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾ സീതയെ എങ്ങനെയും കണ്ടെത്താൻ നോക്കാം. എന്റെ ഭാഗത്തുനിന്ന് എന്ത് സഹായം വേണമെന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഞാൻ പൊയ്ക്കോട്ടെ? ഓ, ഭഗവാനെ, നാളത്തെ ദിവസം അറിയാമല്ലോ. നാളെ എന്റെ കുഞ്ഞിന്റെ ജീവിതത്തിന്റെ വിധി തീരുമാനിക്കുന്ന ദിവസമാ. നാളെ ഒരൊറ്റ ദിവസം കൊണ്ട് അവള് ചിലപ്പോ അനാഥയാവും. 5-ാമത്തെ വയസ്സിൽ അച്ഛനില്ലാതായ കുഞ്ഞവള് ഒരുപാട് കരഞ്ഞും വേദനിച്ചുവാ വളർന്നത്. ഇപ്പോഴും എവിടെയോ കരയുന്നുമുണ്ട്. ഇനിയെങ്കിലും അവളെ രക്ഷിക്കണേ. എന്റെ കുഞ്ഞിന്റെ കണ്ണുനീര് തുടയ്ക്കണേ. നാളെ എന്റെ മോള് വരണേ. ബാലൻ അവളോട് പുറക്കിടുമേ. അവളെയും കൂട്ടി ബാലൻ വയലോരം വീട്ടിലേക്ക് പോണേ. തീവണ്ടി കൂകി പായും തീവണ്ടി കക്കരി തിന്നും തീവണ്ടി വെള്ളം മോന്തും തീവണ്ടി കുക്കു കുക്കു തീവണ്ടി. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? വായടക്കടി. അതെ, എന്നതാ എന്നത്? ഈ ചെവിയിലിരിച്ചെന്ന വള്ളി. അറിഞ്ഞിട്ടിപ്പ എന്നാ വേണം? ഒരു രസത്തിനാ. അങ്ങനെ ഇപ്പൊ നീ അധികം രസിക്കണ്ട. ചേടാ, ഇത് വലിയ ശല്യമായല്ലോ. ഇത് ഇയർഫോണാ. എന്നതാ ഇയർഫോണോ? ഇയർഫോൺ. ഇയർഫോൺ. ഞാൻ കരുതിയേ പയറിന്റെ വള്ളി കയറ്റി വിട്ടേക്ക് വന്ന്. വലിയ തമാശ എന്റെ അടുത്ത് എടുത്താലുണ്ടല്ലോ നിന്റെ മോന്ത കിട്ടു കുത്തുഞ്ഞ്. ഞാനുണ്ടല്ലോ കണ്ണു മമ്മറൊക്കെ അറിയാ. നിന്റെ കാവടിക്കളവന്റെ മമ്രവിദ്യയെ നിന്റെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. എന്റെ നേരെ അങ്ങനെ കൈ പൊക്കിയ കൈ ഞാൻ വെട്ടും. എന്നെ വെട്ടാൻ ഞാൻ വെട്ടോടി. എടീന്ന് വിളിച്ചോ? എന്നെ എടീന്ന് വിളിക്കാറായോ നീ? ഓയോടി. നാളെ പുതിയ വല്യേച്ച് വരുന്ന എന്റെ നെകളിപ്പില നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് നിന്റെ കയ്യിൽ വെച്ചിരുന്നാ മതി. ഞാൻ നെകളിക്കും. ഇനി നെകളിക്കും, നാളെ നെകളിക്കും, മറ്റന്നാളെ നെകളിക്കാം. നീ ഇവിടെ കിടന്ന് ചുമ്മാ തുള്ളത്തെ ഉള്ളടി. നിന്റെ പുത്തൻ വല്യേച്ചി നാളെ വരത്തൊന്നുമില്ല. വരും. വരത്തില്ല. വരും. വരത്തില്ലടി. വരും വരും വരും. വരത്തില്ലടി. ഞാൻ വരുത്തത്തില്ലടി. പുത്തൻ വല്യേച്ചി വരത്തില്ലെന്നോ? നിന്നെ കുത്തടി. പിന്നെ എടിയെന്നോ? ഞാൻ ശരിപ്പെടുത്തൂടി. ഒരു എടി ഉണ്ടല്ലോ. വീടത്തില്ലടി. നിന്റെ ഓരോ മുടിയായിട്ട് ഞാനിന്ന് പിഴുതെടുക്കും. എനിക്ക് അതൊന്ന് കാണട്ടെ. എന്നോടാ നിന്റെ കണ്ണ് ഞാനിന്ന് കുത്തിപ്പൊട്ടിക്കൂടി. മാറങ്ങോട്ട്.
നിന്റെ കണ്ണ് ഞാനൊന്ന് കുത്തി പൊട്ടിക്കൂടി. നിന്നെ ഞാൻ കണ്ണു പൊട്ടിയാക്കൂടി. ഇങ്ങോട്ട് നിക്കടി. അലറടി, നീ അലറ്. ആരാ രക്ഷിക്കാൻ വരുന്നെന്ന് എനിക്കൊന്ന് കാണുന്നുണ്ട്. അയ്യോ, എന്റെ പരുത്തിക്കാവിലമ്മേ കളിച്ച് കൊണ്ടായോ അംഗം. ഈ പെണ്ണിന്റെ കണ്ണിനിട്ട് കുത്തി. ഭാഗ്യത്തിന് വിരല് കണ്ണി കൊള്ളഞ്ഞത്. കൊണ്ടില്ലല്ലോ. നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്ക് അത്ര നിസ്സാരമല്ല. ഓ, എന്നാലും തീക്കൊള്ളിയൊക്കെ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ കൊച്ചേ? തീക്കൊള്ളി എടുക്കുമല്ല, എന്റെ മേല് നൊന്ത ഈ വീട് തന്നെ തീയിടുഞ്ഞ. പിന്നെ നീ കൊറേ ഇടുന്തി. കണ്ടില്ലേ പെണ്ണിന്റെ അഹങ്കാരം? ഒന്നാമത് ഭ്രാന്ത്, അതിന്റെ ഇടയ്ക്കാ മർമ്മവിദ്യ. മുരിങ്ങയ്ക്ക് മുറിക്കുന്ന പോലെ നിന്റെ വിരല് ഞാൻ മുറിക്കും. മുറിച്ചാ പിന്നെ കിളിച്ചു വരുമല്ലോടി. ഒന്നാമത് ശാരദ ആകപ്പാട് സങ്കടത്തില. അതിന്റെ കൂടെ ഈ ബഹളം കൂടെ അറിഞ്ഞ നിന്റെ ഒരു മമ്മറ വിദ്യ എവിടെങ്കിലും പോയി അടങ്ങിയിരിക്കും വേണ്ടേ? മോളെ, ഓരോരോ കോളുകൾ. അല്ല, ശാരദ പെങ്ങൾ എന്ത് ചെയ്യും? ഇത്രയും നേരം മുറിക്കൊക്കെ തേതാണ്ട് അടുക്കി പറക്കി വെക്കുന്നത് കണ്ട്. അടുക്കി പറിക്കുന്നു? ആ, ഒരു പുത്തൻ പെണ്ണ് വന്നു കയറാൻ പോകുന്നതല്ലേ, അതായിരിക്കും ഒന്നുകൂടെയൊക്കെ അടുക്കി പറക്കി വെക്കുന്നത്. ഇപ്പതേ ആ അസ്ഥിത്തറയുടെ അടുത്ത് പോയി നിൽക്കുന്നു. വലിയ സങ്കടത്തിലാ പാവം. അതാ അച്യുതന്റെ അടുത്ത് പോയി നിൽക്കുന്നത്. ഇനി നാളെ വരുന്ന പെങ്കൊച്ചുമായിട്ടും രവിയുടെ ആ താടക യുദ്ധം തുടങ്ങുമല്ലോ. എന്റെ പരുത്തിക്കാവിലമ്മേ, ശാരദയ്ക്ക് മനസമാധാനം കൊടുക്കണേ. ഹലോ ഹലോ, ആ സഞ്ജു. ഹലോ ഹലോ ഹലോ, നീ കേക്കുന്നില്ലേ? എന്തായടാ ഞാൻ പറഞ്ഞ കാര്യം? എല്ലാം ശരിയാക്കിയോ? ശരിയാക്കുന്നു ആന്റി. ശരിയാക്കും ശരിയാക്കും പറഞ്ഞ പോരാ എന്നോട്. ശരിയാക്കണം. ആന്റി ധൈര്യമായിട്ടിരിക്കെ. സഞ്ജയൻ ഏറ്റെന്ന് പറഞ്ഞ ഏറ്റതാ. ശരി ശരി, വിളിക്കണം നീ. ഞാൻ ഉറങ്ങാതെ കാത്തിരിക്കുക. എന്റെ പൊന്നു ജലജെ, ടവർ വരെ ഉറങ്ങി. ആ ഫോൺ വെച്ചിട്ട് മനുഷ്യന് വല്ല ഭക്ഷണം എടുത്തു തരാൻ നോക്ക്. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാനുള്ളതാ. നിങ്ങൾക്ക് എടുത്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കൂടെ മനുഷ്യ? എന്റെ കയ്യിലാണോ നിങ്ങളുടെ ഉറക്കം ഇരിക്കുന്നത്? ആരുടെ ഉറക്കം നിന്റെ കയ്യിലല്ലാന്ന് എനിക്കറിയാം. എല്ലാവരുടെ ഉറക്കം കിടത്തിലാണല്ലോ നിന്റെ പണി. നിങ്ങളെ എന്നോട് വഴക്കിന് നിൽക്കാതെ വല്ലതും എടുത്ത് കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. എനിക്ക് ഭക്ഷണം എടുത്ത് തരാൻ പോലും സമയമില്ലാതെ എന്ത് തിരക്കിലാ നീ ഇപ്പോ? സ്വന്തം ഉത്തരവാദിത്വം പോലും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ വീട്ടിൽ തിരുവാഭരണം ചേർത്ത് പൊതുദർശനത്തിന് വെക്കാൻ? എന്റെ സ്റ്റൈലിനെ കുറിച്ചോ ഓർണമെന്റ്സിനെ കുറിച്ചോ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, അത് മാത്രം ഞാൻ സഹിക്കില്ല. അത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലെ സെലീനാമ്മ ടീച്ചർ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ നിന്റെ ഫാഷനെ പറ്റി എന്നോട് പറഞ്ഞു. മഹാദേവ സാറിന്റെ ഭാര്യയുടെ നെറ്റിയിലെന്താ ആന ചവിട്ടിയ പോലുണ്ടല്ലോ എന്ന്. ഇത്രയും വലിപ്പത്തിലുള്ള പൊട്ട്, അരപ്പട്ട, കിങ്ങിണി, കുഞ്ചലം. അതെ, അവർക്ക് അസൂയ. നല്ലൊരു സാരി പോലും ഇല്ലാത്ത പെണ്ണുമ്പിള്ള അവരെന്നല്ല നിങ്ങളെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ എന്റെ സ്റ്റൈലിന് ഒരു കുറവും വരുത്തില്ല. കഷ്ടം. എന്തോന്നാ ഇത്ര കഷ്ടം? റെയിൽവേ ട്രാക്കിനടുത്തൊന്നും പോയി നിൽക്കണ്ട. നിന്റെ ഈ പൊട്ട് കണ്ട റെഡ് സിഗ്നലാണെന്ന് കരുതി വണ്ടി നിർത്തിക്കളെ. നിങ്ങൾ വലിയ തമാശയൊന്നും പറയണ്ട. മനുഷ്യൻ ഇവിടെ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുമ്പോഴാ. എന്തു പറ്റി നിന്റെ തലക്ക് തീ പിടിക്കാൻ? സ്വർണത്തിന് വില കൂടുകയെങ്ങാനും ചെയ്തോ? ഓ, നിങ്ങക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. വയലോരം വീട്ടിലെ ബാലന്റെ കല്യാണം. അതാ എന്റെ ഉറക്കം കെടുത്തുന്നത്. അയ്യോടാ, ബാലേന്ദ്രൻ കെട്ടുന്നതിന് നീ എന്തിനാ ഉറക്കം കളയുന്നത്? ഓ, രാവിലെ എണീറ്റ് കല്യാണത്തിന് പോവാൻ വേണ്ടിയായിരിക്കും അല്ലേ? അല്ല, എന്തെങ്കിലും കൊടുക്കണ്ടേ ജലജെ? സമ്മാനം വല്ലതും വാങ്ങിച്ചോ നീ? കൊടുക്കാനുള്ള സമ്മാനമൊക്കെ റെഡിയാക്കുന്നുണ്ട്. കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യും. കണ്ടോ? നീ ഉറങ്ങാതിരുന്ന് ഫോണിൽ കുത്തി കളിക്കുന്ന കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഏതോ പാവത്തിന്റെ സ്വസ്ഥത കളയാനുള്ള പരിപാടിയാണെന്ന്. ആ ബാലേന്ദ്രൻ ഒരു പാവം. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ, ബാലേന്ദ്രന്റെ കാര്യത്തിൽ ഇടപെടേണ്ട ഒരു കാര്യവും നിനക്കില്ല. ബാലൻ കെട്ടോ കെട്ടാതിരിക്കോ, ജീവിക്കോ ജീവിക്കാതിരിക്കോ ചെയ്യട്ടെ. അതിന് നിനക്കും നിന്റെ മോൾക്ക് എന്ത് ചെയ്തും? എന്റെ മോളെ വെല്ലുവിളിക്കാൻ ഒരുത്തി വയലോരം വീട്ടിൽ വന്നു കയറുന്നത് അതെനിക്കിഷ്ടമല്ല. ഞാനത് സമ്മതിക്കില്ല. എന്റെ പൊന്ന് ജലജെ, മനുഷ്യരെല്ലാം പരസ്പരം യുദ്ധം ചെയ്യാൻ ആയുധമെടുത്ത് നിൽക്കുന്നവരാണെന്ന നിന്റെ ധാരണ ആദ്യം മാറ്റും. ചിരിക്ക് പിന്നിലും നീ ഒരു ചതി ഒളിപ്പിച്ചു പിടിക്കുന്നത് കൊണ്ടാ നിനക്കെല്ലാവരും ശത്രുവായി തോന്നുന്നത്. നിങ്ങളെന്നെ പറഞ്ഞു ഒതുക്കാനൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോ വലിയ മാന്യൻ, പുണ്യാളൻ, പരിശുദ്ധൻ.
പറയണോ ഞാൻ നിങ്ങളുടെ പഴയ കഥകളൊക്കെ? നിങ്ങൾ ആയുഷ്കാലം അകത്ത് കിടക്കാനുള്ള രഹസ്യങ്ങൾ ജലജയുടെ കയ്യിലുണ്ടെന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞില്ലേ, ചോര പുരണ്ട ഒരു തഴപ്പായ. അതിവിടുന്ന് നിവർത്തിയാൽ അങ്ങ് നാഗർകോവിൽ വരെ നീളും. പറയണോ ഞാൻ നിങ്ങളുടെ പഴയ കഥകളൊക്കെ? തട്ടിക്കുടഞ്ഞ് നിവർത്തിയാൽ ചോര മണക്കുന്ന ഒരു പഴമ്പായ നിങ്ങളുടെ ഭൂതകാലം. അറിയാലോ അത്? അവിടുന്നാ നിങ്ങളുടെ മോള് പോലും നിങ്ങൾക്ക് ശത്രുവായത്. ഓർമ്മയിൽ പോലും ഒന്ന് പൊള്ളി അല്ലേ? ഒരുപാട് നൊന്തതാ എന്റെ മോള്. ഒരുപാടിടത്ത് തോറ്റതാ, ഒരുപാട് കരഞ്ഞതാ. ഇനി അവൾക്ക് തോൽക്കാൻ വയ്യ. കരയാൻ കണ്ണുനീരുമില്ല, അതിന് സൗകര്യവുമില്ല. അവൾ തീരുമാനിച്ച വഴിയെ നടക്കും എല്ലാവരും. ജലജ, ഇത് അനാവശ്യ പിടിവാശിയാ. നമുക്കിടയിൽ പല പ്രശ്നങ്ങളും കാണും. അതിലേക്ക് മറ്റുള്ളവരെ പിടിച്ചിടുന്ന എന്തിനാ? അത് സാരമില്ല. കപ്പലിന് തീപിടിച്ചാൽ കുറച്ച് എലികൾ ചാവും. അത് പണ്ടേ അങ്ങനെയാ. പിന്നെ നിങ്ങൾ ഈ പറയും പോലെ വയലോരം വീട്ടുകാര് ആരും അത്ര പഞ്ചപാവങ്ങളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി തോന്നത്തുമില്ല. ചിരിച്ചുകൊണ്ട് ധിക്കരിക്കാന്ന് കേട്ടിട്ടില്ലേ? അതാ അവരുടെ രീതി. ഇപ്പൊ തന്നെ എന്നെയും എന്റെ മോളെയും തോൽപ്പിക്കാനാ കാശുള്ള വീട്ടിൽ നിന്ന് കെട്ടു നടക്കാതെ മൂത്തു നരച്ചു നിന്ന ഏതോ അഹങ്കാരിയെ അവര് ബാലചന്ദ്രന്റെ ഭാര്യയാക്കാൻ പോകുന്നത്. എന്റെ ജലജെ, ബാലൻ പണമുള്ള വീട്ടിൽ നിന്ന് കെട്ടട്ടെ, അത് നല്ലതല്ലേ? സാമ്പത്തികമായി വയലോരം വീട്ടുകാർ ഉയരുന്നത് നമുക്ക് അന്തസ്സല്ലേ? അങ്ങനെ ഇപ്പൊ ഉയരണ്ട. വയലോരം വീട്ടിൽ കാശുള്ള ഒരൊറ്റ മരുമകൾ മതി, എന്റെ മോള്. അവൾ എറിഞ്ഞു കൊടുക്കുന്ന ചില്ലറ പെറുക്കി ജീവിച്ച മതി വയലോരം വീട്ടുകാര്. ഇതൊക്കെ തരം താണ ചിന്താഗതിയാണ് ജലജെ. നീ ഇവിടെ ഇരുന്ന് ചിന്തിച്ച് ചെതലിച്ച് പോവാന്നല്ലാതെ നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ കണ്ടോ? ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ റിസൾട്ട് ഞാൻ പറഞ്ഞേക്കാം. നാളെ വയലോരം വീട്ടില് ബാലചന്ദ്രന്റെ 2ാം കല്യാണം നടക്കില്ല. ആദ്യ ഭാര്യയുടെ പടം വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്താൽ കല്യാണം നടക്കുമെന്ന ആ മണ്ടന്റെ വിചാരം. നടക്കത്തില്ല. നടക്കാൻ സമ്മതിക്കില്ല ഞാൻ. നിങ്ങൾ ചുമ്മാ എന്റെ പേര് വിളിച്ചു പഠിക്കണ്ട. 1ഉം 2ഉം അല്ല, 3 പ്ലാനുകളാ കല്യാണം മുടക്കാൻ പുറത്തൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമില്ലാത്ത രാത്രിയാ ഇന്നത്തേത്. പ്ലാൻ എ ബാലചന്ദ്രൻ, പ്ലാൻ ബി ഇന്ദുബാല, പ്ലാൻ സി എന്താ നിന്റെ 3ാമത്തെ പ്ലാൻ? വയലോരം വീട്ടിൽ ഒരു മരണം നടന്നാൽ ബാലചന്ദ്രന്റെ കല്യാണം നടക്കത്തില്ലായിരിക്കും അല്ലേ? അല്ല, കല്യാണവും മരണവും ഒന്നിച്ചൊരു ദിവസം നടക്കുവോ? ഇല്ല, സാധ്യത കുറവാ. അപ്പൊ പിന്നെ 1 വർഷമെങ്കിലും കഴിയണം. ജലജെ, നീ എന്ത് ഭ്രാന്തായി പറയുന്നേ? ജയിക്കാൻ ചില ഭ്രാന്തുകൾ വേണ്ടിവരും. നാളെ നിലവിളക്കും പിടിച്ച് വയലോരം വീട്ടിലേക്ക് പുത്തം പെണ്ണ് കയറില്ല. ഇനി അവള് വന്നാൽ തന്നെ നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ അവിടെ ആളും ഉണ്ടാവില്ല. അതുറപ്പ്. ജലജെ, ദയവേത് മഹാപാപൊന്നും ചെയ്യരുത്. ദയാഹർജിയൊക്കെ ഞാൻ എന്നെ തള്ളി. നിങ്ങളുടെ കാര്യം നോക്ക്. എനിക്കറിയാം എന്തു വേണോന്ന്. ജലജെ, ഇത് ചതിയാണ്. യുദ്ധത്തിൽ ചതി എന്നൊന്നില്ല. എല്ലാം തന്ത്രങ്ങൾ മാത്രം. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കു മനുഷ്യ. ജലജെ, നീ എന്തെങ്കിലും അവിവേകം കാണിച്ച ഞാൻ വെറുതെ ഇരിക്കത്തില്ല. നിനക്കെതിരെ ആദ്യം ശബ്ദിക്കുന്നത് ഈ ഞാനായിരിക്കും. നിങ്ങളൊരു ചുക്കും ചെയ്യില്ല. അത്തരം വരട്ടൊന്നും എന്നോട് വേണ്ട. നിങ്ങൾ ആയുഷ്കാലം അകത്ത് കിടക്കാനുള്ള രഹസ്യങ്ങൾ ജലജയുടെ കയ്യിലുണ്ടെന്ന് ഓർത്തോണം. ഞാൻ പറഞ്ഞില്ലേ, ചോര പുരണ്ട ഒരു തഴപ്പായ. അതിവിടുന്ന് നിവർത്തിയാൽ അങ്ങ് നാഗർകോവിൽ വരെ നീളും. പിന്നെ എനിക്കെതിരെ വരുന്ന ആരും എന്റെ ശത്രുവാ. എന്നെ നശിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ വളരെ വിനയത്തോടെ ഞാൻ പറയാ, ഞാൻ നിങ്ങളെ അങ്ങ് തീർത്തു കളയും. കുറച്ചു കാലം വെള്ളസാരി ഉടുക്കണമെന്നല്ലേ ഉള്ളൂ. സാരമില്ല, ഞാനതങ്ങ് സഹിച്ചു.
ഹലോ ഹലോ. എടാ, ഞാൻ രവിയേട്ടൻ കാണാതെ പുറത്തു നിന്നാ സംസാരിക്കുന്നേ. കണ്ട ഇപ്പൊ കുത്തിക്കഴിഞ്ഞ് ചോദിക്കാൻ വരും. നീ എവിടെയാ? മതി, ഞാനൊരു ഓട്ടത്തിലാ. മതി. നീ എന്നോട് പറഞ്ഞില്ലല്ലോ. മതി, അല്പം തിരക്കിലായിപ്പോയി, അതുകൊണ്ട് പറയാത്ത. ഓ, നിനക്കിപ്പം തിരക്കല്പം കൂടുതല. അതിരിക്കട്ടെ, നാളെ കല്യാണോട്ട് ആരാ? കല്യാണോ? ഏത് കല്യാണം? മതി. എന്താടാ, നീ പൊട്ടം കളിക്കുവാണോ? നാളെ ആരുടെ കല്യാണം ഇവിടെ നടക്കാൻ പോകുന്നേ? ബാലചന്ദ്രൻ അദ്ദേഹത്തിന്റെ 2ാം കല്യാണം. ഓ, അത്. ആ നീയാണോ അദ്ദേഹത്തെയും കൊണ്ട് രജിസ്ട്രാർ ഓഫീസിൽ പോകുന്നത്? അത് മതി. വിളിച്ചാ പോവാതിരിക്കുന്നത് മോശമല്ലേ? ഞാൻ കാശ് മുടക്കിയ കാറില് എന്റെ ശത്രുവിനെ കൊണ്ട് നിനക്ക് പോണോ അല്ലേ? അല്ല മതി. ഒരല്ല മതിയില്ല. അയാളെ എന്റെ വണ്ടി കയറ്റാൻ പറ്റത്തില്ല, പറഞ്ഞേക്കാം. നീ ആ കല്യാണത്തിന് പോകുകയും വേണ്ട. ശരി ശരി, മതി. എന്താടാ നിനക്കൊരു വിമ്മിഷ്ടം? ഇല്ല, ഒന്നുമില്ല, മതി. ശരി, ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, എന്റെ ഭർത്താവെന്ന് പറയുന്ന ആ മണ്ടന് കുറച്ച് ബുദ്ധി വെച്ച് തുടങ്ങിയോന്നൊരു സംശയം. എന്നാ മതി. രവിയേട്ടൻ എന്തെങ്കിലും സംശയം? സംശയമാണോന്ന് അറിയത്തില്ല. ഡോക്ടറെ കാണാൻ പോണോന്ന് എന്നോട് 1-2 തവണ പറഞ്ഞു. അയാൾക്ക് മുമ്പിൽ ഇനി കള്ളത്തനം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്ന് കരുതി അയാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്ക് പറ്റത്തൂല്ല. അകറ്റി നിർത്താൻ വേറെ വഴി കണ്ടെത്തിയേ പറ്റൂ. എന്താ ഉദ്ദേശിക്കുന്നത്? ആലോചിക്കണം. നമ്മൾ രണ്ടും ചേർന്ന് ആലോചിക്കണം. അവസാന നിമിഷം ജീവിതം അടിയറവ് വെക്കാനായിരുന്നെങ്കിൽ ഇത്രയും നാൾ പൊരുതി നിൽക്കണമായിരുന്നു. മതി. ആ ജിഷേ, എടാ നീ വിഷമിക്കണ്ടടാ. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടക്കും. ഉറപ്പാ. ശരി ശരി. എന്റെ രവിയേട്ടൻ വന്നു. ഭക്ഷണം എടുത്തു കൊടുക്കണം. വെക്കട്ടെ. ആ ബൈ, ഗുഡ് നൈറ്റ്. രവിയേട്ടൻ വന്നിട്ട് കുറെ നേരമായോ? എന്റെ കോളേജിലുണ്ടായിരുന്ന ജിഷയായിരുന്നു, ബാംഗ്ലൂരിൽ വെച്ച് പഠിച്ച. ജിഷയും മതിയും കൂടെ എന്താ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അല്ല, അങ്ങനെ എന്തോ പറയുന്നത് കേട്ടു. ഓ, അതോ? അത് നമ്മുടെ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞാൻ ജിഷയോട് പറഞ്ഞായിരുന്നു. ബാലേട്ടന്റെ കല്യാണക്കാരിയോ, ഇന്ദുബാലക്കിട്ടൊരു പണി കൊടുക്കാൻ ജിഷൻ കൂടാന്ന് പറഞ്ഞു. അത് പറയുമായിരുന്നു ഞാൻ. രവിയേട്ടൻ എന്താ ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ? ഏയ്, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്. എനിക്കറിഞ്ഞൂടെ എന്റെ ചെക്കനെ. അല്ല, മതി എന്തിനാ ഫോൺ ചെയ്യാനായി ഇവിടെ വന്നിങ്ങനെ മറഞ്ഞു നിൽക്കുന്ന പോലെ? മുറിയിലിരുന്ന് സംസാരിച്ചൂടെ? രവിയേട്ടൻ എന്താ പറഞ്ഞത്? മറിഞ്ഞെന്ന് സംസാരിച്ചെന്നോ? എന്താ രവിയേട്ടാ ഇത്? ഒരുമാതിരി സംസ്കാരം ഇല്ലാത്ത ഭർത്താക്കന്മാരെ പോലെ സംസാരിക്കുന്നേ. എനിക്കിത് കിട്ടണം, എനിക്കിത് തന്നെ കിട്ടണം. ഞാൻ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ട്. എന്നാ എന്റെ ഫോൺ എന്നാ രവിയേട്ടൻ വിളിച്ചു നോക്ക്. അല്ലെങ്കിൽ വേണ്ട, എനിക്കിനി ഫോൺ വേണ്ട. അയ്യോ എന്റെ പൊന്നെ, കരയാൻ വേണ്ടി പറഞ്ഞതല്ല. രവിയേട്ടൻ ചോദിച്ചോന്നേ ഉള്ളൂ. രവിയേട്ടൻ എന്നെ വിശ്വാസം ഇല്ലല്ലേ? എന്റെ പൊന്നിനെ എനിക്ക് വിശ്വാസം, ഒരുപാട് വിശ്വാസം. പോരെ? എന്നെ സംശയിക്കല്ലേ രവിയേട്ടൻ? എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഒരിക്കലും. കാണുന്നില്ലല്ലോ. എന്റെ സഞ്ജയ, നീ ഒന്ന് അടങ്ങ്. വാങ്ങിച്ചോണ്ട് വരണ്ടേ? നാട്ടിൽ കിട്ടാത്ത സാധനമാണോ?
ഓ ആന്റിയാ? ആ ആന്റി പറ. ഏയ് ഇല്ലില്ല, ഞങ്ങൾ പുറപ്പെടുന്നേ ഉള്ളൂ. ആന്റി ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ട് കിടന്നുറങ്ങി. ഇല്ലില്ല, മതിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. മതിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. മതിക്ക് നമ്മൾ നൽകുന്ന ഒരു ഓണസമ്മാനം. ഓക്കെ ആന്റി. കിട്ടിയോടാ? ആ കിട്ടി. എടുക്ക്. ഇത് മതിയോ? മതി മതി സഞ്ജയ് സാറേ. എന്നാ പിന്നെ പോയാലോ സഞ്ജയ? അരമണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് പോവാം. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഇരുട്ട് നിന്ന് എൻ്റെ ഒന്ന് തെറി കേൾക്കരുത്. ഇല്ല സാറേ. ശരി. മോൻ കിടക്കുന്നില്ലേ? ഉറക്കം വരുന്നില്ലമ്മേ. എന്തു പറ്റിടാ നിനക്ക്? നാളത്തെ കാര്യം ഓർക്കുമ്പോൾ നാളെ വേറൊരു പെൺകുട്ടി ഈ വീട്ടിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും വരികയല്ലേ. നീ ആഗ്രഹിച്ച് നടത്തുന്ന കല്യാണമല്ലേ ഇത്? ആ ആഗ്രഹത്തിന് പിന്നിൽ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടെന്ന് അമ്മയ്ക്കറിയാമല്ലോ. സീതയുടെ തിരിച്ചുവരവല്ലേ? എന്റെ മോൻ ഇപ്പോഴും സീത തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ രാത്രിയെങ്കിലും സീതയുടെ തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. അമ്മയ്ക്കറിയാതെ, അമ്മയ്ക്കറിയാം എന്റെ മോന്റെ മനസ്സ്. അമ്മേ, പക്ഷേ നാളെ പകല് കഴിഞ്ഞ എന്റെ മോന്റെ മനസ്സിൽ ആ ആഗ്രഹം പാടില്ല, ആ പ്രതീക്ഷയും പാടില്ല. കാരണം നാളെ മുതൽ മറ്റൊരു പെണ്ണിന്റെ നീ അവളുടേത് മാത്രമാ. അമ്മേ, സത്യം അതല്ലേ മോനെ? നാളെ കൊണ്ട് മനസ്സിൽ നിന്നും സീതയെ നീ മാറ്റണം. ഉള്ളിൽ കരഞ്ഞുകൊണ്ട് അമ്മീ പറയുന്നത്. ഏത് ചെടിയേക്കാളും ഏത് വൃക്ഷത്തെക്കാളും ആഴത്തിൽ വേര് പിടിക്കുന്നത് ബന്ധങ്ങളാണെന്ന് കേട്ടിട്ടുണ്ട്. അത്ര എളുപ്പത്തിൽ പിഴുതു കളയാൻ പറ്റുമോ അമ്മേ സീതയെ? പറ്റണം. നാളെ ഇന്ദുബാലയുടെ കഴുത്തിൽ താലി കെട്ടും വരെ നിനക്ക് സമയമുണ്ട്. വരാനാണെങ്കിൽ നീ കരുതും പോലെ അതിനുള്ളിൽ സീത വരും. ഇല്ലെങ്കിൽ നാളെ നീ കാരണം വേറൊരു പെണ്ണിന്റെ കണ്ണീര് ഈ വീട്ടിൽ വീഴരുത്. സീതയോട് നിനക്കുള്ള സ്നേഹം അമ്മയ്ക്ക് മനസ്സിലാവും. പക്ഷെ ചില സമയത്ത് സ്നേഹവും ഏറ്റവും മൂർച്ചയുള്ള ആയുധമാവും ബാല. എന്റെ മോൻ അതോർത്തോണം. ഹലോ, ആരെങ്കിലും ഒന്ന് എണീറ്റ് വരണം. ഇവിടെ ആരും ഇല്ലേ? ഹലോ, ആരാ? സ്റ്റേഷനിൽ നിന്നാ, പോലീസാ. എന്താ സാറേ, എന്താ കാര്യം? നീ കാഴ്ച ബംഗ്ലാവിലെ കൂട്ടി നിന്ന് സംസാരിക്കുന്ന പോലെ നിൽക്കാതെ ഗ്രില്ല് തുറക്കടാ. ചെന്ന് തുറക്ക്.
ഇതല്ലേടാ വയലോരം വീട്? അതെ. ആരാ ഇവിടുത്തെ ബാലചന്ദ്രൻ? നീയാണോ? അല്ല സർ, ഇദ്ദേഹത്തിന്റെ ബ്രദറാ. എന്നാ ബ്രദർ പോയി ആ ബ്രദറിനെ ഞാൻ വിളിച്ചോണ്ട് വാ. ചെന്ന് വിളിക്ക് രവിയേട്ട. നിങ്ങളുടെ ചേട്ടൻ കാരണം മനുഷ്യന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ബാലേട്ടാ, വാലെന്ന് പറഞ്ഞേ. എന്താ സാറേ? നീയല്ലേടാ ബാലൻ? അതെ. വാ, നിന്നെ കൂട്ടിക്കൊണ്ട് എല്ലാം CI സാർ പറഞ്ഞു. എന്താ സാറേ കാര്യം? CI സാറിന്റെ പെടലി ഒന്ന് ഉളുക്കി. നിന്നെ കൊണ്ട് തിരുമിക്കാനാ. അല്ല സാറേ, എന്താ കാര്യം എന്നറിയാൻ. നിന്റെ ഭാര്യയല്ലേ സീത? അതെ. അവരെയല്ലേ കാണാതായത്? അതെ. എന്നാ അവരെ കുറിച്ച് എന്തോ വിവരം കിട്ടിയിട്ടുണ്ട്, അത് പറയാനാ. ഞാനിപ്പോ വരണോ സാറേ? വേണ്ട, CI സാർ ഇങ്ങോട്ട് വരും. അങ്ങേർക്കാണല്ലോ ആവശ്യം. അതല്ല സാറേ. അല്ല ഇല്ല കൊല്ല. ഇങ്ങോട്ട് ഇറങ്ങി വാടാ, വണ്ടി റോഡിൽ കിടക്കുക. ഞാനൊന്ന് അമ്മയോട് പറഞ്ഞിട്ട് വരാം സാറേ. അമ്മയോട് അനുഗ്രഹം വാങ്ങിട്ട് വരാൻ നിന്നെ SI ആയിട്ട് കൊണ്ടുപോകണോ? വരുന്നെങ്കിൽ വാടാ, ഇല്ലെങ്കിൽ ഞങ്ങൾ പോവും. പിന്നെ നിന്റെ ഭാര്യയെ പറ്റി വിവരമൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് സ്റ്റേഷനിലോട്ട് വന്നേക്കരുത്. പോകുന്നെങ്കിൽ പോ, വെറുതെ മനുഷ്യന് ഉറക്കം കിടത്താനായിട്ട്. രവി, അമ്മയോടൊന്ന് പറഞ്ഞേക്കണേടാ. ഓ, പറയാം. ഒരുപാതരയ്ക്ക് ഓരോരോ നാശങ്ങൾ. എന്തൊരു നാണകെട്ട ഇടപാടാണെന്ന് നോക്കിക്കേ. രാത്രി പകലും പോലീസ് ഇറങ്ങി കയറുന്ന ഒരു വീട്. ഇതെന്താ വ്യാജമാറ്റ് കേന്ദ്രോ അതോ മാവോയിസ്റ്റുകളുടെ ഒളിത്താവളോ? എന്ത് ചെയ്യാനാ, കൾച്ചറില്ലാത്തൊക്കെ ചേട്ടനായി പോയില്ലേ. ബാലേട്ടന്റെ സീതയെടുത്തിയെ പറ്റി ഏതാണ്ട് വിവരം കിട്ടിയെന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് വിവരം കിട്ടാൻ? ആ, വിവരം അറിയാൻ പറ്റും ഉടൻ തന്നെ. എനിക്ക് തോന്നുന്നത് ഇത് അവളുടെ പണിയായിരിക്കുമെന്നാ, ആ മതികലയുടെ. ഇവിടെ നേരിട്ട് വന്ന് കല്യാണം മുടക്കാൻ നോക്കിയിട്ട് അത് നടന്നില്ലല്ലോ. അപ്പോ അവൾ ഇങ്ങനെ ഇതുപോലെ ഓരോരോ നമ്പറുകളായിട്ട് ഇറക്കിക്കൊണ്ടേയിരിക്കും. ആ, അത് ശരിയാ മോളെ. ബാലേട്ടന്റെ സീതയെടുത്തിയെ പറ്റി ഏതാണ്ട് വിവരം കിട്ടിയെന്നല്ലേ അവര് പറഞ്ഞത്. എന്ത് വിവരം കിട്ടാൻ? ആ, വിവരം അറിയാൻ പറ്റും ഉടൻ തന്നെ. എന്താ രവി, ആരോ വന്നതുപോലെ തോന്നി, സംസാരം കേട്ടല്ലോ. ഓണക്കാലം അല്ലേ, ക്രിസ്മസ് പപ്പ വന്നതാ. ആ, മോളുടെ പപ്പയായിരുന്ന? ആരായിരുന്നടാ രവി? ഓ, വന്നത് പോലീസായിരുന്നു. പോലീസോ? എന്തിന്? വയലോര വീടിന് കാവല് നിൽക്കാൻ. ഇവിടുത്തെ ബി നിലവറയ്ക്കകത്ത് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിരിക്കുകയല്ലേ. പോലീസ് വന്നത് ബാലേട്ടനെ കൊണ്ടുപോകാനാ. ബാലനെ കൊണ്ടുപോകാനോ? എന്നാത്തിന്? ആ, അങ്ങേരുടെ ആദ്യ ഭാര്യയെ പറ്റി എന്തോ വിവരം കിട്ടിയെന്ന്. അതിന്റെ കാര്യങ്ങൾ ഏതാണ്ട് ചോദിക്കാനാ. അതിന്റെ എന്ത് കാര്യങ്ങള്? അതെനിക്കറിയത്തില്ല, ഞാനല്ലല്ലോ കേസ് അന്വേഷിക്കുന്നേ. നീ ചോദിച്ചതുമില്ലേ? അതിന് രവിയേട്ടനല്ലല്ലോ കേസ് വാദിക്കുന്നത്. അതെ. നിനക്ക് കുറച്ച് വിശദമായിട്ട് ചോദിക്കാൻ മേലായിരുന്നു. ഒരു കാര്യം ചെയ്, കൊണ്ടുപോയതേ ഉള്ളൂ, പുറകെ വിട്ടോ, വഴിയിലിട്ട് പിടിക്കാം. കാര്യങ്ങള് വിശദമായിട്ട് ചോദിക്കുകയും ചെയ്യാം. പോലീസുകാര് കൊടുക്കുന്നതിന്റെ പകുതി കിട്ടുകയും ചെയ്യും. രവിയേട്ടൻ ഇങ്ങനെ കാവടിയേട്ടം കണ്ടോണ്ട് നിൽക്കാതെ വരാൻ നോക്ക്, ഉറങ്ങണ്ടേ? ഓ, ഒരു രവിയും മതിയും. നിങ്ങളെ രണ്ടുപേരും വിളിക്കേണ്ട കൊതിയും നുണയൊന്നാ. അത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ചേരും. വാരേ വീട്ട. വേൽമുരുക, എന്റെ ബാലനെ കാത്തോളണേ. എന്താടാ? ഒന്നുമില്ല സാറേ. ആ, എന്നാ പിന്നെ നടക്ക്. അല്ല സാറേ, വണ്ടി എവിടാ? നിനക്കുള്ള വണ്ടി ഇപ്പൊ വരുവടാ. എന്താടാ, നിനക്ക് നടന്നു കിടന്ന് കാല് കളിച്ചോ? എങ്കിൽ പിന്നെ നമുക്ക് ഇവനെ അങ്ങ് എടുത്താലോ? ബാല, ഞങ്ങള് പോലീസും പട്ടാളമൊന്നുമല്ല.
പോലീസിന്റെ വേഷം കെട്ടി വന്ന നല്ല ഒന്നാന്തരം പണിക്കാരാ. നിന്നെ കൊണ്ടുപോകാൻ വന്നേടാ പൊന്നു മോനെ. കൊണ്ടേ പോവും. അനങ്ങോ നിക്കടാ. ഒരു 3 മിനിറ്റ് കൊണ്ട് പണി കഴിയും. പറഞ്ഞയക്കാൻ പോവോടാ. ഹലോ, ഇന്ദു? യെസ്, അഡ്വക്കേറ്റ് ഇന്ദുബാല? അതെ, പറയൂ, നിങ്ങളാരാ? അതവിടെ നിൽക്കട്ടെ. എന്താ LLB-ക്കൊക്കെ പഠിച്ച ഡൽഹിക്കാരി പെൺകുട്ടി ഒരു സാധാ നാട്ടുംപുറത്തുകാരനായ ബാലചന്ദ്രനെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് ഒരു 2ാം കെട്ടുകാരനെ. സിനിമയിലൊക്കെ കാണുന്നത് പോലെ എഴുത്ത് കളരിയിൽ മുട്ടിട്ട പ്രണയമാണോ? കാലങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റൊട്ടും കുറയാത്ത പ്രേമം. സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങളാരാ ഇതൊക്കെ ചോദിക്കാനും അഭിപ്രായം പറയാനും? നിങ്ങൾ ആരാണെന്ന് പറയൂ. എന്തിനാണ് വിളിച്ചതെന്ന് പറയൂ. ഞാൻ ആരാണെന്ന് പറയാൻ തൽക്കാലം നിവൃത്തിയില്ല. പക്ഷേ ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന് പറയാം. നാളത്തെ കല്യാണം സ്വപ്നം കണ്ട് ഇന്ദു ഉറങ്ങണ്ട. എന്താ? അത് നടക്കില്ല. അതുകൊണ്ട് യെസ്, നാളെ ഇന്ദു ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടക്കും. ഒന്നുകിൽ കല്യാണത്തിന് ബാലൻ വരില്ല, അല്ലെങ്കിൽ സീത തിരിച്ചു വന്നു എന്നിരിക്കും.